ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയമുള്ളവരെ, കാനാൻ യാത്രയിൽ മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ പ്രിയപ്പെട്ട അബ്രഹാം പള്ളിവാക്കലച്ചൻ നയിച്ചു തുടങ്ങിയ വഴികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത്. തൻ്റെ ബാല്യകാല അനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണത്തിലെ തുടക്കങ്ങളും നമ്മോട് പങ്കുവച്ച അച്ഛൻ ഈ എപ്പിസോഡിൽ എപ്രകാരമാണ് താൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങിയത് എന്ന് തൻ്റെ വിശ്വാസ അനുഭവങ്ങളെ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഒരു ഭോഷനെ പോലെ കുരിശിനു പിന്നാലെ യാത്ര ചെയ്ത ഒരു അഭിഷിക്തൻ ഒടുവിൽ കർത്താവിൻ്റെ മഹത്വം കാണുവാൻ തൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടായി എന്ന് അഭിമാനപൂർവം പങ്കുവയ്ക്കുന്ന ഒരു ഈശോ സഭാ വൈദികൻ ഫാദർ എബ്രഹാം പള്ളിവാതുക്കൽ. നവീകരണ സമൂഹത്തിൻ്റെ രൂപീകരണത്തിനും അതിൻ്റെ പരിപാലനത്തിനുമായി കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിച്ച പുരോഹിതൻ, കേരള കത്തോലിക്ക കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരു ജനതയെയൊന്നാകെ വഴി നടത്തിയ ദൈവാത്മാവിൻ്റെ ചൈതന്യത്തെ നമുക്ക് മുൻപിൽ സ്മരിക്കുന്നു. അച്ഛാ, കഴിഞ്ഞ ഭാഗത്ത് അച്ഛൻ്റെ ബാല്യകാല ജീവിതവും അതുപോലെ അച്ഛൻ്റെ ദൈവവിളിയും പിന്നെ കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള അച്ഛൻ്റെ കടന്നുവരവും തുടക്കത്തിലെ അച്ഛൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ ഞങ്ങളുമായി പങ്കുവച്ചത്. അച്ഛൻ 1981 മുതൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് KSTയുടെ ചെയർമാനായി, കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ച ആദ്യത്തെ കൊല്ലങ്ങളിൽ അച്ഛൻ ഇതിൻ്റെ ചെയർമാനായി സേവനം ചെയ്തയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനിൽ നിന്ന് കൂടുതൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ വളർച്ചയെക്കുറിച്ച് ഈ ഭാഗത്ത് അറിയാനായിട്ട് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു ഷാജി. അച്ഛൻ പറഞ്ഞല്ലോ, 1976 കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചു. പതുക്കെ അത് വളരാൻ തുടങ്ങി. പിന്നീട് 78 ആയപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തെ കേരളത്തിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമിതി രൂപപ്പെട്ടു, KST. അച്ഛൻ 1981 KSTയുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. പ്രത്യേകിച്ച് 1981 അച്ഛൻ പറഞ്ഞതുപോലെ കേരളത്തിൽ വെച്ച് ദേശീയ കൺവെൻഷൻ കേരളത്തിൽ വെച്ച് നടന്നു. അതിൽ 22,000 ആളുകൾ പങ്കെടുത്ത കാര്യം അച്ഛൻ പറഞ്ഞു. അങ്ങനെയാണ് നവീകരണം കേരളത്തിൽ ഇടവകകളിലേക്ക് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടക്കാനും കരിസ്മാറ്റിക് പ്രാർത്ഥനാ സമൂഹങ്ങൾ രൂപപ്പെടാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ആധ്യാത്മിക ശൈലിയാണല്ലോ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കടന്നു വന്നത്. സ്വതന്ത്രമായ സ്തുതിപ്പ്, വരദാനങ്ങളുടെ ഉപയോഗം, ഇതിനെയൊക്കെ അന്ന് ആളുകൾ അല്ലെങ്കിൽ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഈ കരിസ്മാറ്റിക് നവീകരണത്തെ ആളുകൾ ശരിയാവണ്ണം സ്വീകരിച്ചിരുന്നു ആദ്യത്തെ തുടക്ക കാലഘട്ടങ്ങളിൽ. വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പെന്തക്കോസ്റ്റൽ സഭകളിലേക്കുള്ള ചാച്ചിലാണെന്ന് പറഞ്ഞ് പലപ്പോഴും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ ആളുകൾ പ്രതിബദ്ധതയോടുകൂടി പിടിച്ചു നിന്നുള്ള വലിയൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഇടപെടലാണ് വാസ്തവത്തിൽ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗമാലിയേൽ പറഞ്ഞ പോലെ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ആർക്കും തടയാൻ പറ്റുകയില്ലെന്ന് ഗമാലിയേൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നില്ലേ? അതേ രീതി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ അച്ഛൻ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഈ ആദ്യ നാളുകളിലൊക്കെ ഈ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകുന്നത് ഒന്നെങ്കിൽ മദ്യപാനികൾ അല്ലെങ്കിൽ ഭയങ്കര കുടുംബ പ്രശ്നങ്ങളുള്ളവർ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊരു നോർമൽ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പൊതു സമൂഹത്തിലും ഇടവക ജനങ്ങളുടെ ഇടയിലും ഒക്കെ നവീകരണത്തെക്കുറിച്ചൊരു വളരെ പരമാർത്ഥമാണ് പറഞ്ഞത്. അതായത് ആദ്യകാലത്ത് ഇങ്ങനെ പ്രശ്നക്കാരെയാണ് നവീകരണ ധ്യാനങ്ങളിലേക്കൊക്കെ അയച്ചു. ധ്യാനം കൂടാൻ പോയാൽ ഞാൻ പ്രശ്നക്കാരനാണെന്ന് പറയുന്നത് കൊണ്ട് അതിന് പോകാതെ ആയി ആൾക്കാർ.
മറുവശത്ത് ക്രൈസ്തവ ജീവിതം കുറേ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടിയ അവസരങ്ങളുണ്ട്. കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുക, കുറേ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുക, ഞാൻ പള്ളിക്ക് ദാനം കൊടുക്കുന്നു അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്നുള്ള രീതിയിൽ. ക്രൈസ്തവ ജീവിതത്തിൽ ആഴമായ മാറ്റം വരുത്താനായിട്ട് സഹായകമാണ് കരിസ്മാറ്റിക് നവീകരണമെന്ന് പ്രതിബദ്ധതയോടുകൂടി ജീവിച്ച ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടായിരുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി ഉപവാസ പ്രാർത്ഥനകൾ നടത്തിയ ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ള ഒരു സമീപനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ ഇതിനെ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇന്നിപ്പം നമ്മൾ കാണുന്നത്, ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൽ ഒത്തിരി അൽമായ ശുശ്രൂഷകരുണ്ട്. പ്രസംഗിക്കാൻ, കൗൺസിലിംഗ് നടത്താൻ, അങ്ങനെ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാൻ ധാരാളം അൽമായർ ഇന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ കേരളത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിലെ സഭ. അപ്പോൾ അവിടെയെല്ലാം എത്താൻ പറ്റിയ റിസോഴ്സസ് അന്നുണ്ടായിരുന്നു, അൽമായരൊക്കെ അന്നുണ്ടായിരുന്നു. വളരെ കുറവായിരുന്നു. ദൈവാനുഗ്രഹത്തിന് കുറേ ധ്യാന സെൻറ്റേഴ്സൊക്കെ തുടങ്ങിയത് കൊണ്ട് അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്നല്ലാതെ നമുക്ക് അൽമായ പരിശീലനം കൊടുത്തുകൊണ്ട് വളർത്തിയ അൽമായരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനങ്ങൾ അപ്പോഴായിട്ടില്ല. അതിനായിട്ടാണ് നമ്മൾ ഒരു സംവിധാനത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് KST പല വർഷങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എമാവൂസ് എന്നുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചത്. എമാവൂസ് ഏത് വർഷമായിരിക്കും? എമാവൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംവിധാനം, ആ ബിൽഡിങ്ങും ഒക്കെ KST വാങ്ങുന്നത് ഏത് കൊല്ലമായിരിക്കും? 1981 കൺവെൻഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി വന്ന ഒരു ഭാഗം NSTക്ക്, നാഷണൽ സർവീസ് ടീമിന് കൊടുത്തു. ബാക്കി ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 34 സെൻറ്റ് സ്ഥലം എടപ്പള്ളിയിൽ വാങ്ങിച്ചു. പക്ഷേ അത് ഒരു തരിശു ഭൂമിയായിരുന്നു, അവിടെ കെട്ടിടമോ ഒന്നുമില്ലായിരുന്നു. അവിടെ പടുത്തുയർത്താനായിട്ട് അത്ര എളുപ്പമല്ലായിരുന്നു. ഞാൻ ജർമ്മനിയിൽ 2-3 ഏജൻസികളുമായിട്ട് ആലോചിച്ച് നോക്കി. പക്ഷേ അവരൊന്നും കെട്ടിടങ്ങൾക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഫെയ്ത്ത് ഫോർമേഷനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞിട്ട് പോലും അവരത് അംഗീകരിച്ചില്ല. അപ്പോൾ അന്ന് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിയത് നാട്ടിൽ നിന്ന് മാത്രം നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും കൂടിയായിരിക്കും. തീർച്ചയായിട്ടും അഭിനയം തന്ന ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് ഒരു അവജ്ഞയോടുകൂടിയല്ല, ഇവിടെ നമുക്ക് സാധിക്കും, നമ്മൾ സെൽഫ് സഫീഷ്യൻ്റാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സോണുകളിൽ പോയി ആളുകളോട് സംസാരിച്ചു. ആളുകൾ വളരെ ഔദാര്യപൂർവ്വം അവരുടെ കൊച്ചു കാഴ്ചകളൊക്കെ തന്നു. വിധവയുടെ കൊച്ചു കാശ് മാതിരി കുറേ പണം നമുക്കുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അന്നേരം ഒരു പ്രതിസന്ധിയില്ല. അതായത് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം വ്യാപകമായി തുടങ്ങി. അപ്പോൾ ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ഥലമില്ല, ഒരു സെൻറ്റർ ഇല്ല അന്ന്, ഈ എമാവൂസ് ആരംഭിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അന്ന് എങ്ങനെയായിരിക്കും നമുക്ക് ഒരു ഓഫീസാകുമ്പോൾ അതിന് സംവിധാനങ്ങൾ വേണം, ഫയലുകൾ വേണം. അപ്പോൾ എങ്ങനെയാണ് അന്ന് ഇതൊന്നും ഇല്ലാതെ എമാവൂസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് എവിടെയാണ് അച്ഛൻ അതിന് തിരഞ്ഞെടുത്തത്? അതൊരു ചരിത്രമാണ് വാസ്തവത്തിൽ. നമ്മുടെ ജെറോം ഫെർണാണ്ടസ് പിതാവ് അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് കോട്ടയത്ത് കുരുവിനാക്കുന്നേൽ മാത്തച്ഛൻ്റെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അത് നമുക്ക് തന്നു, വാടകയൊന്നും കൂടാതെ. അദ്ദേഹം ഒരു വ്യക്തിയുടെ അതെ. ആ കെട്ടിടത്തിൽ ജെറോം പിതാവും ജസ്റ്റ്നച്ചൻ്റെ അനുജൻ ഒരാളുണ്ട്, എറിക് മുറിക്കെന്നൊക്കെ നമ്മൾ വിളിച്ച് കളിയാക്കുമായിരുന്നു. എറിക് പിഞ്ഞേരോ, അവർ രണ്ടുപേരും കൂടെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയായിരുന്നു നമ്മുടെ ആദ്യത്തെ സംവിധാനം. കേരളത്തിലെ ആദ്യത്തെ സെൻറ്റർ അതാണ്, വാടക കെട്ടിടമാണ്. അത് കഴിഞ്ഞിട്ട് അവരത് പൊളിക്കാനായിട്ട് പോയ അവസരത്തിൽ നമുക്ക് മാറേണ്ടി വന്നു. അതുകൊണ്ട് ഏറ്റുമാനൂർ വന്നിട്ട് OCDക്കാരുടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ ആ പാവപ്പെട്ട കെട്ടിടത്തിൽ, ആ പഴയ കെട്ടിടത്തിൽ പിതാവിനെ താമസിപ്പിച്ചു. പിതാവ് അത്രമാത്രം ലളിതമായ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. കാവ്യമൊക്കെ എടുത്ത് നടക്കുന്ന സ്ഥലത്തെ അദ്ദേഹം അവിടെ താമസിച്ചു. വേറെ 1-2 പേരെ ഞാൻ അവിടെ ആക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് OCDക്കാർ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് സ്ഥലമില്ല, ഞങ്ങളിത് പൊളിക്കാൻ പോവുകയാണ്, വേറെ കെട്ടിടം പണിയണമെന്ന്. അപ്പോഴാണ് നമ്മൾ എറണാകുളത്തേക്ക് പിതാവിനെ കൂട്ടിക്കൊണ്ടുവന്നത്. സെൻറ്റ് ആൻ്റണീസ് സ്കൂളിൻ്റെ 2 മുറികൾ നമുക്ക് തന്നു. ഒരു മുറിയിൽ പിതാവ് താമസിച്ചു, മറ്റേ മുറിയിൽ നമ്മുടെ ഓഫീസും പുസ്തകങ്ങളും ഒക്കെ വെച്ചു. അങ്ങനെ ലോകത്തിൽ എനിക്ക് തോന്നുന്നത്
കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കൂടെ ഒരു പിതാവ് സഞ്ചരിച്ചത് കേരളത്തിലായിരിക്കും. കേരളത്തിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പിതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അത് ഈ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി? സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പോയത് പച്ചാളത്തേക്ക് വന്നു. ബെസ്സൈദയിൽ അച്ഛന്മാരുടെ ആശ്രമത്തിൽ. അവിടെ ഒരു 5-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അതിന് വേറെ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വി ടി ജോർജിൻ്റെ കെട്ടിടത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു, താമസിച്ചത് കൂടാതെ ഒരു ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവിടെ എന്തോ പ്രശ്നം വന്നപ്പോഴത്തേക്ക് പച്ചാളത്ത് വേറൊരു കെട്ടിടത്തിലേക്ക് മാറി. ഇങ്ങനെ 7-8 പ്രാവശ്യം മാറിയതിന് ശേഷമാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ പറയുമായിരുന്നു, പള്ളിവാതിക്കലച്ചൻ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെയാണ് ഓഫീസ് മാറ്റിക്കൊണ്ടിരുന്നതെന്ന് പറയുമായിരുന്നു. ഇതെല്ലാം കണ്ട് സഹികെട്ടിട്ടല്ല, പക്ഷേ വേദനിച്ചിട്ട് ഞങ്ങൾ KSTയിൽ ശക്തമായ രീതിയിൽ പ്രാർത്ഥന നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് എടപ്പള്ളി മേടിച്ചത്. അത് ഉപയോഗപ്രദമല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക്, അത് പടുത്തുയർത്താൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മണവാളൻ്റെ അച്ഛൻ അന്ന് സോഷ്യൽ പള്ളിയിൽ ഇരിക്കുകയാണ് അസിസ്റ്റൻ്റായിട്ട്. അപ്പം അദ്ദേഹം ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു. അതാണ് ഇന്നത്തെ എമ്മാവൂസ്. മടുക്കക്കിഴി ചാക്കോച്ചൻ്റെ വീട്. അദ്ദേഹം അത് വിൽക്കുകയായിരുന്നു. 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പഴയ വീടും. അത് അന്ന് 8.5 ലക്ഷം രൂപയ്ക്ക് തമ്പുരാൻ നമുക്ക് ആയിട്ട് മാർക്ക് ഔട്ട് ചെയ്ത് തന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് 2 രൂപയായിരുന്നു അന്നത്തെ കൂപ്പൺ. 2 രൂപ. ഈ 2 രൂപയുടെ കൂപ്പൺ ഞാനും അന്ന് ഒത്തിരി എൻ്റെ ഇടവകയിൽ വിറ്റ ആളാണ്. കേരളത്തിലെ ധാരാളം അമ്മച്ചിമാരും അതുപോലെ തന്നെ ചേട്ടന്മാരും ഒക്കെ വീടാന്തരം കയറി ഇറങ്ങി 2 രൂപ വീതം പിരിച്ച് അന്ന് എനിക്ക് തോന്നുന്നു അതിനിട്ട പേര് വിധവയുടെ കൊച്ചു കാശ്. അതെ, അതങ്ങനെ പെരുകി വന്നാണ്. നവീകരണ സമൂഹത്തിനെ തൻ്റെ ചൈതന്യത്തിൽ പരിപാലിക്കാനും ഒരുക്കുവാനും ദൈവം രൂപം കൊടുത്ത ഒരു കൂടാരം, കളമശ്ശേരിയിലെ എമ്മാവൂസ്. ഈ കൂടാരത്തിൻ്റെ പിന്നിൽ ദൈവം കാത്തുവച്ച തൻ്റെ അനന്ത പദ്ധതിയെ മുൻപേ കൂട്ടി മനസ്സിലാക്കുവാനും ആ ആത്മാവിൻ്റെ സ്വരത്തിനോട് ചേർന്ന് സമർപ്പിക്കുവാനും ബഹുമാനപ്പെട്ട പള്ളിവാതിക്കലച്ചന് കഴിഞ്ഞു. എനിക്ക് തമ്പുരാൻ തന്ന ഒരാശയമാണ് എമ്മാവൂസ് എന്നുള്ള പേര്. അത് കൊടുത്ത് KSTയിലിട്ട് എല്ലാവരും സംതൃപ്തിയോടുകൂടി അത് സ്വീകരിച്ചു. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞത്, ഈ എമ്മാവൂസ് ഇവിടെ വരുന്ന ആളുകൾക്ക് എമ്മാവൂസ് അനുഭവം ഉണ്ടാകണം. HMT ജംഗ്ഷനിൽ നിന്ന് നടന്ന് എമ്മാവൂസിലേക്ക് വരുമ്പോഴത്തേക്ക് കർത്താവിനോട് കൂടി നടന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ കർത്താവിനോട് സംസാരിക്കാനുള്ള ഒരവസരമാണ്. അവിടെ വന്നു അവരുടെ അസ്വസ്ഥമായ മനസ്സിൽ കർത്താവ് തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട്, കുദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നു. കൗൺസിലിങ്ങിനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ജീവിത നവീകരണത്തിനുള്ള അവസരവും നല്ല മോട്ടിവേഷനോടു കൂടി, നല്ല ലക്ഷ്യബോധത്തോടു കൂടി സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങി തിരിച്ച 2 ശിഷ്യന്മാരെ പോലെ തിരിച്ച് തങ്ങളുടെ ഭവനങ്ങളിലേക്ക്, തങ്ങളുടെ രൂപതകളിലേക്ക് പോയിട്ട് തിരിച്ചു പോകണം. അങ്ങനെയുള്ള ഒരു രൂപാന്തരീകരണത്തിൻ്റെ അവസരമാക്കിയിട്ടാണ് ഈ സ്ഥാപനത്തെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഒത്തിരി പേര് അത് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അതായത് എമ്മാവൂസിൽ നിന്ന് തിരിച്ചു പോകുമ്പം സഭയോടുള്ള സ്നേഹമോ, തിരിച്ചുപോയി എന്തെല്ലാമോ ചെയ്യണമെന്നുള്ളൊരു വലിയ ഉത്സാഹത്തോടെ തിരിച്ചു പോകുന്ന വ്യക്തികളെയാണ് കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. ശരിക്കും എമ്മാവൂസ് ചെയ്തത് കേരളത്തിൽ വളരെ ബോധ്യമുള്ള ധാരാളം അൽമായരെ വളർത്തിയെടുത്തു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എമ്മാവൂസ് ധ്യാനകേന്ദ്രമാണോ എന്ന്. അപ്പോൾ അന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ള മറുപടി ഇതാണ്, എമ്മാവൂസ് ധ്യാനകേന്ദ്രമല്ല, എമ്മാവൂസ് അൽമായ പരിശീലന കേന്ദ്രം. അതെ. അപ്പോൾ തീർച്ചയായിട്ടും എമ്മാവൂസിൽ നിന്ന് അങ്ങനത്തെ പരിശീലനം കിട്ടിയ ഒത്തിരി ആളുകളുണ്ടായിട്ടുണ്ട് കേരള സഭയിൽ. തീർച്ചയായിട്ടും അത് നവീകരണത്തിൻ്റെ ഒരു പ്രത്യേകമായ, നവീകരണത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വലിയ പ്രചോദനവും അതോടൊപ്പം തന്നെ ഒരു വലിയ ഗിഫ്റ്റുമാണെന്ന് ഞാൻ പറയും. കാരണം കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും
ദൈവം നൽകിയ ഒരു വലിയ ദാനമായിട്ടും ഒരവസരമായിട്ട് ഞാൻ പറയുന്നത് ഈ ലേറ്റീവ് ഫോർമേഷൻ സെൻ്ററാണ്, എമാവസ്. അപ്പോൾ എമാവസ് ഒരു ലേറ്റീവ് ഫോർമേഷൻ സെൻ്ററായിട്ട് രൂപപ്പെടുത്താനായിട്ട് പ്രചോദനം നൽകിയത് ഒരാൾ വള്ളം കളത്തിലച്ഛനാണ്. കളത്തിലച്ഛനാണ് ആ പേര് നൽകിയതും. എമാവസ് എന്ന് അച്ഛന് ശേഷം ചെയർമാനായ ആളാണ് കളത്തിലച്ഛൻ. അതെ അതോ പാലാട്ടിസ്റ്റിന് ഇല്ല, എനിക്ക് ശേഷം കളത്തിലച്ഛൻ. അപ്പം അദ്ദേഹം നൽകിയ പേരാണ് LFC, ലേറ്റീവ് ഫോർമേഷൻ സെൻറ്റർ. അപ്പോൾ അന്നൊന്നും സഭയിൽ വലുതായിട്ട് അൽമായ പരിശീലനത്തെ പറ്റിയൊന്നും അധികം പറയാനില്ലായിരുന്നു. ലേറ്റീവ് ഫോർമേഷൻ ആൻഡ് കൊളാബറേഷൻ വിത്ത് ദ ലേറ്റി, ഇത് രണ്ടും ഈശ്വസഭയിൽ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഞാൻ എടുത്താണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്. അൽമായ പരിശീലനവും അൽമായരോടൊത്തുള്ള സഹവർത്തിത്വം പങ്കാളിത്തമാണ്. സഹവർത്തിത്വത്തെക്കാൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. മനസ്സിലായ? അൽമായർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. സഭയിൽ അൽമായരെ അവർ ദാനം ചെയ്യുന്നവരും പ്രാർത്ഥന ചെല്ലുന്നവരും മാത്രമാകാതെ കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് സഭയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് അന്ന്, അതായത് 86 നമ്മൾ ലേറ്റീവ് ഫോർമേഷൻ സെൻ്റർ തുടങ്ങുന്നത്. അന്നൊക്കെ നമ്മുടെ രൂപതകളിൽ അതിനെപ്പറ്റിയുള്ള വലിയ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. തന്നെയുമല്ല അച്ഛാ, ഈ എമ്മൗസിൽ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഞാൻ ആദ്യമായി സഭയിലെ കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് രീതികളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഞാൻ ആദ്യം കാണുന്നത് എമ്മൗസിൽ വരുമ്പോഴാണ്. അപ്പോൾ അതൊരു സൗന്ദര്യമാണ്. എമ്മൗസിൽ കേരളത്തിലെ 3 റീത്തുകളിലുമുള്ള വിശ്വാസ സമൂഹം ഒന്നിച്ചു വരുന്നു എന്ന അതൊരു എമ്മൗസിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ആദ്യം മുതലുള്ള നമ്മുടെ വിഷൻ്റെ ഒരു ഭാഗമായിരുന്നു. 1982 നമ്മൾ എമാവസ് ആരംഭിക്കുമ്പോഴത്തേക്ക് പ്രത്യേകമായിട്ട് ഞാൻ KSTയിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ എല്ലാ ക്രൈസ്തവർക്കും, അതായത് കത്തോലിക്ക സഭയിലുള്ള എല്ലാ 3 റീത്തുകൾക്കും ഒരുമിച്ച് വരാനുള്ള ഒരു സംവിധാനമായിരിക്കണം. ഒരു കുടുംബമായിട്ട് യേശു വിഭാവനം ചെയ്ത ഐക്യവും സ്നേഹവും സാഹോദര്യവും ഊട്ടി വളർത്തുന്ന ഒരു കുടുംബമായിട്ട് എമാവസ് തീരണം എന്നുള്ളത്, അത് ഇന്നും തുടർന്നു കൊണ്ട് പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ എവിടെല്ലാം ഈ ആക്റ്റീവായ കരിസ്മാറ്റിക് അൽമായരുണ്ടോ, ലോകത്തിൽ പ്രത്യേകിച്ച് ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക, ഇവിടെ എല്ലാം ആക്റ്റീവായ കരിസ്മാറ്റിക് അൽമായരുണ്ട്. അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ അവർ എമ്മൗസിൽ നിന്ന് ഫോർമേഷൻ കിട്ടിയവരാണ്. തീർച്ചയായിട്ടും എവിടെ ചെന്നാലും അത് കാണുമ്പോഴാണ് എമ്മൗസ് ആഗോള സഭയ്ക്ക് ഇപ്പം ശരിക്കും കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോയി അവിടെ കരിസ്മാറ്റിക് നവീകരണത്തെ വളരെ ശക്തമായിട്ട് നയിക്കുന്നുണ്ട്. മലയാളികൾ, അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് എമ്മൗസാണ്. ഇന്ന് നമുക്ക് 32 രാഷ്ട്രങ്ങളിൽ നമ്മുടെ ജീസസ് യൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ജീസസ് യൂത്ത് ഒരു 76 മുതൽ 77 മുതൽ ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് പേര് കൊടുത്തിട്ടില്ലായിരുന്നു. 85 ജീസസ് യൂത്ത് എന്ന പേര് കൊടുക്കുന്നത്. അന്ന് 85 UNO യുവജനങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. സഭയും ജോൺ പോൾ 2 പിതാവും അത് യുവജന വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ആ അവസരമാണ് നമ്മൾ മുതലെടുത്തത്. കേരള കൺവെൻഷൻ നടത്തി ജീസസ് യൂത്ത് 85 എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് പാലാട്ടിയച്ഛനാണ്. അപ്പോൾ നന്ദിയോടുകൂടി അതെല്ലാം അനുസ്മരിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ജീസസ് യൂത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു വളർച്ചയാണ്. ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം 32 രാഷ്ട്രങ്ങളിൽ നമ്മുടെ യൂത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വിസ്മയമല്ലേ, ഒരു അത്ഭുതമാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ആദ്യകാലത്ത് ജീസസ് യൂത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ പടിപടിയായിട്ട് വളർത്തും. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിൽ. ഇപ്പോൾ അയർലൻഡിലൊക്കെ ചില പള്ളികൾ അടച്ചിടേണ്ടി വന്നു, കാരണം ആൾക്കാർ വരുന്നില്ലായിരുന്നു. നമ്മുടെ ആൾക്കാർ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് പ്ലീഡ് ചെയ്തിട്ട് 2 ആഴ്ച മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് വിശുദ്ധകുർബാന എഴുന്നള്ളിച്ച് തരാനായിട്ട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഇന്നിപ്പം 10, 100
200, 500, 1000 ആൾക്കാർ വരെ ആ പള്ളികളിൽ നിന്ന് വരുന്നുണ്ട്. അടച്ച പള്ളികൾ അടച്ച പള്ളികൾ തുറക്കപ്പെട്ടു. തീർച്ചയായിട്ടും അതെല്ലാം ഈ കേരളത്തിൽ നിന്ന് ലഭിച്ച ഫോർമേഷന്റെ ഒരു തീർച്ചയായിട്ടും ബാക്കി പത്രമാണ്. തീർച്ചയായിട്ടും തിരുസഭയിലെ യുവജനങ്ങളെ ഒന്നാകെ യേശുവിൻ്റെ ചൈതന്യത്തിൽ പൊതിയാൻ ദൈവം രൂപം കൊടുത്ത യുവജന മുന്നേറ്റം ജീസസ് യൂത്ത്. ഈ മുന്നേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇതിനു വേണ്ട തിരുസഭയുടെ ചൂട് നൽകിയതും തണല് നൽകിയതും ബഹുമാനപ്പെട്ട പള്ളിവാതുക്കൽ അച്ഛനായിരുന്നു. ലോകമെങ്ങും കർത്താവിൻ്റെ വയലിൽ തളരാതെ വേല ചെയ്യുന്ന യുവജനങ്ങളെ ഒരുക്കിയ ജീസസ് യൂത്തിൻ്റെ മുഖ്യ മാർഗദർശിയായി ദൈവം ആ നാളുകളിൽ ഈ അഭിഷിക്തനെ ഒരുക്കി എന്നത് നന്ദിപൂർവം ദൈവസന്നിധിയിൽ നാം സ്മരിക്കുന്നു. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഈ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് നല്ല പ്രതിസന്ധികൾക്കിടയ്ക്ക് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അച്ഛനിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ലഭിച്ച ഒരു ചിന്ത അതാണ്. ഇതിൻ്റെ തുടക്കത്തിലെ ദാരിദ്ര്യം, ഇല്ലായ്മകൾ, ഓഫീസില്ല, ആളുകളില്ല, മനസ്സിലാക്കുന്നവരില്ല. പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്ക് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എനിക്ക് തോന്നുന്നു വലിയ ത്യാഗങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കത്തക്കവണ്ണം വലിയ ത്യാഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും ഉപവാസ പ്രാർത്ഥനയായിട്ടും ഒക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടാവണം അച്ഛനും അന്നച്ഛൻ്റെ കൂടെ നിന്നവരും. തീർച്ചയായിട്ടും KST ഉണ്ടായിരുന്ന ആൾക്കാർ ഉപവാസം ആഴ്ചയിലൊരിക്കൽ ഉപവസിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് ഉണ്ടായിരുന്നു. അത് സോണുകളിൽ വളരെ വ്യാപകമായിട്ട് നടത്തിയിരുന്നു. വിജിൽ നടത്തി രാത്രി കാലങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളമായിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനും യുവജനങ്ങളെ വളർത്താനുള്ളതായിട്ട് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ ഇന്ന് സഭയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റേത് സംഘടനകൾ വെച്ച് നോക്കിയാലും അവിടെ ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തേക്ക് തീർന്നു, അവർ സ്വതന്ത്രരായി തീർന്നു. ഇന്ന് ജീസസ് യൂത്ത് അവർ ജീവിതകാലം മുഴുവനും അവർക്ക് കിട്ടിയ ആ ചൈതന്യത്തിൽ നിലനിൽക്കുവാനും യുവജനങ്ങളെ വളർത്താനും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടും ഒക്കെ ശ്രമിക്കുക. ഏഞ്ചൽസ് ആർമിയൊക്കെ എന്ത് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നറിയാമോ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ക്യാമ്പസിലെ യൂത്ത്, പാരിഷിലെ യൂത്തൊക്കെ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പം അതിനൊക്കെ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അല്ല, ശരിക്കും ഈ കർത്താവ് പറഞ്ഞല്ലോ നിങ്ങൾ യാത്രയ്ക്ക് വടി വേണ്ടാന്ന്. ഞാൻ വിചാരിക്കുന്നു അച്ഛൻ ഈ പറയുന്നതെല്ലാം കേൾക്കുമ്പം അന്നത്തെ കരിസ്മാറ്റിക് യാത്ര എന്ന് പറയുന്നത് ഈ ഊന്നുവടികളില്ലാത്ത യാത്രയാണ്. ഊന്നാൻ ഒന്നുമില്ല, കൈ പണമില്ല, സംവിധാനങ്ങളില്ല, ആകെയുള്ള ഊന്നുവടി ദൈവാശ്രയമാണ്. അങ്ങനെ ധാരാളം ആളുകൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ടാവണം ഇന്ന് കരിസ്മാറ്റിക് നവീകരണം ലോകവ്യാപകമായി, പ്രത്യേകിച്ച് മലയാളികൾ ലോകം മുഴുവനും നവീകരണത്തിൽ ശക്തരായി പ്രവർത്തിക്കാനായിട്ട്. തീർച്ചയായിട്ടും എമാവുസ് നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ കഞ്ഞിയും പയറും പറഞ്ഞതുപോലെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇന്നും എമാവുസിൽ ഹാൻഡ് മൗത്ത് എക്സിസ്റ്റൻസ് ആണ്. നമുക്ക് നീക്കുവാക്കൊന്നും വെച്ചിട്ടില്ല, ഫണ്ട്സ് ഇല്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് വളരെ ലളിതമായ ജീവിതമാണ് അവിടെ നയിക്കുന്നത്. ഇത് മറ്റ് സെൻറ്റേഴ്സിനെ ഒന്നും ഞാൻ താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതൊരു അപവാദമാണ്, എക്സെപ്ഷൻ എന്ന് ഞാൻ പറയും. കാരണം ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, പക്ഷേ അത്യാവശ്യത്തിന് ഒരു മുട്ടും ഉണ്ടാകുന്നില്ല. എല്ലാം വേണ്ട സമയത്ത് കർത്താവ് ക്രമീകരിച്ചു തരുന്നു. അതെ, ഇത് ഒന്നുമില്ലായ്മയിൽ പോലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കരം ഉയർത്തി നന്ദി പറയുന്ന നവീകരണ ജീവിത രീതി. കുരിശ് കൃപയാണെന്ന് മനസ്സിലാക്കി ആത്മാക്കളെ യേശുവിനായി സ്വന്തമാക്കുവാനുള്ള ഹൃദയവേദന. എല്ലാം നഷ്ടപ്പെടുമ്പോഴും കർത്താവ് പക്ഷത്തുണ്ടെന്ന ഉത്തമ ബോധ്യം. അവൻ്റെ തോളിൽ കിടക്കുന്നതിനാൽ അനുഭവിക്കുന്ന കരുതൽ. ഇതായിരുന്നു പള്ളിവാതുക്കലച്ചൻ നമുക്ക് നൽകിയ പരിശീലനം. ആത്മാവിൻ്റെ സ്പർശനം ലഭിച്ചവർ മാത്രം നൽകുന്ന മൂല്യമേറിയ മാതൃക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പരാതികളില്ലാതെ എമ്മാവൂസിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ
തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് 2-3 ദിവസവും കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് ധ്യാനിച്ച് പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഇനി മുമ്പോട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് പോകുമ്പോൾ 10, 100, 150, 200 പേരൊക്കെയാണ് ആദ്യം എമ്മൗസിൽ വരുന്നത്. പക്ഷെ ഒരു പരാതിയില്ലാതെ ഉള്ളിടത്ത് ചുരുണ്ടുകൂടി കിടന്ന് ഉള്ള ആ ഒരു ഫോർമേഷൻ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ മറ്റെങ്ങും കിട്ടാൻ ഒരു സാധ്യതയുമില്ലെന്ന് തോന്നുന്നു. എമ്മൗസ് കൊടുത്ത ആ ഒരു ഫോർമേഷൻ, കറകളഞ്ഞ സ്നേഹം അവിടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. കലർപ്പില്ലാത്ത സ്നേഹം എന്ന് പറയുന്നില്ലേ, അത് നിർഭാഗ്യവശാൽ ഇന്ന് കുറഞ്ഞു വരികയാണ്. നമ്മുടെ പല മീറ്റിങ്ങുകളും ഇന്ന് ബിസിനസ് രീതിയിലേക്ക് പോകുന്നുണ്ട്. ബിസിനസ്സിന് വന്ന് പോകുന്നു എന്നല്ലാതെ ആദ്യത്തെ സ്നേഹത്തിൽ നിന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, യോഹന്നാനിലൂടെ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യത്തെ സ്നേഹത്തിൽ നിന്ന് വഴുതി വീണിരിക്കുന്നു. അത് ഒരു വലിയൊരു കോഷനായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇന്നും സ്നേഹമുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടുമ്പുറത്തെ സ്നേഹമൊന്നും ഇപ്പോൾ ഇല്ല. അല്ല, തീർച്ചയായിട്ടും അച്ഛാ, വെല്ലുവിളികളെ ധാരാളം അതിജീവിച്ചാണ് സ്നേഹം വളർന്നത്, കൂട്ടായ്മ വളർന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു തലോടലിന് വേണ്ടി എമ്മൗസിൽ കാത്തു നിന്ന് ഒത്തിരി അൽമായരുണ്ട്. ഇത് തീർച്ചയായിട്ടും എൻ്റെ യോഗ്യതയല്ല, എൻ്റെ കഴിവല്ല, തമ്പുരാൻ്റെ കൃപയാണ്. ആ രീതിയിലാണ് തമ്പുരാൻ വളർത്തിയത് തന്നെ. മിനിസ്ട്രിയിലേക്ക് അവിടെ നിന്ന് എന്നെ എറിയുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാ വൈദികനായിരുന്നു ഞാൻ. ആ തമ്പുരാൻ അവിടുത്തെ സ്നേഹം തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ഒരു രീതിയിൽ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. തമ്പുരാൻ്റെ കൃപ മാത്രമാണിത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇത്രയും സമയം അച്ഛനെ കേൾക്കുമ്പോൾ നവീകരണം വളർന്ന വഴികളിൽ ധാരാളം കമ്മിറ്റ്മെൻ്റ് എടുത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് നവീകരണം വളർന്നതൊക്കെ കേൾക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ഇതിൻ്റെ ഭാഗമായി തീരാൻ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനം തോന്നുന്നു അച്ഛൻ. സ്നേഹമുള്ളവരെ, എമ്മൗസിനെ കുറിച്ചും പള്ളിവാതിൽക്കലച്ചനെക്കുറിച്ചും ഒരു ചൊല്ലുണ്ട്. അതായത് പള്ളിവാതിൽക്കലച്ചൻ്റെ ഒരു നുള്ള് കിട്ടാത്തവർ രക്ഷപ്പെടില്ല എന്ന് ജീവിതത്തിൽ. പള്ളിവാതിൽക്കലച്ചൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എമ്മൗസിൽ വരുമ്പോൾ അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു നുള്ള് നൽകിക്കൊണ്ടാണ്. ആ നുള്ളിലൂടെ കിട്ടുന്നത് വേദനയല്ല, സ്നേഹമാണ് കിട്ടുക. അതനുഭവിച്ച ധാരാളം അൽമായ സഹോദരങ്ങൾ ഇന്ന് ലോകം മുഴുവനും കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് എടുത്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിവാതിൽക്കലച്ചനെ കേരള കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകിയ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. കൂടുതൽ ആഴമുള്ള അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡുകളിൽ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിലെ ദൈവത്തിൻ്റെ വഴിനടത്തലുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ നമ്മോട് പങ്കുവയ്ക്കും. അച്ഛന് താങ്ക് യു വെരി മച്ച്. നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. അതെ, യേശുവിൻ്റെ മുൻപിൽ ഭോഷന്മാരാകുവാൻ ഒരു സമൂഹത്തെ പരിശീലിപ്പിച്ച പുരോഹിതൻ. കത്തോലിക്ക സഭയുടെ തനതു ശൈലിയിൽ നിന്നും മാറി ദൈവാത്മാവിൻ്റെ വരദാനങ്ങളെ പ്രകടമാക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടുത്തിയ നവീകരണ മുന്നേറ്റത്തെ സഭയുടെ പരിപാലനയോട് ചേർത്ത്, വിശുദ്ധിയോട് ചേർത്ത് തികച്ചും സഭാത്മകമായി പണിതുയർത്തിയ അഭിഷിക്തൻ. യേശു എന്നും ജീവിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് നടന്നു നീങ്ങിയ ഈ വഴികളിൽ അസാധ്യമെന്ന ഒരു വാക്കുണ്ടായിരുന്നില്ല. കാരണം ചെങ്കടൽ പിളർന്നു എന്നത് ഈ അഭിഷിക്തന് പുറപ്പാടിലെ ഒരു സംഭവമല്ല, സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ,
വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, ആകുവാൻ നിൻ വചനം